ഗ്രേറ്റ് ഗാദറിംഗ് മിഷൻ ഫിയാത്ത് മിഷൻ്റെ മിഷൻ എക്സിബിഷൻ ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആയിരങ്ങളാണ് ഓരോ സ്റ്റോളുകളും കണ്ട് മടങ്ങിപ്പോകുന്നത്. ഓരോ സ്റ്റോളുകളിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം എങ്ങനെയാണ് ഈ ഭൂമിയിൽ നടപ്പാക്കുന്നതെന്ന് വ്യത്യസ്തമായ രീതിയിൽ അവർ കാണിച്ചു തരുന്നുണ്ട്. അനേകർക്ക് ഇതൊരു പ്രചോദനവും അനുഗ്രഹവുമായി മാറുന്നു. അവസാനം ഈ സ്റ്റാൾ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഓരോരുത്തരും പറയും ഐ ലവ് ജിജിയാം. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഈ സ്റ്റാളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഗുഡ്ഗാവ് ഡൽഹി ഡയസിസിൻ്റെ മിഷൻ കോർഡിനേറ്ററാണ്. നമുക്കറിയാം, മലങ്കര കത്തോലിക്ക സഭ ആഗോള കത്തോലിക്ക സഭയിലേക്ക് 1930 ധന്യൻ മാറിവാനിയസ് പിതാവിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ കടന്നു വരികയും സഭാ കൂട്ടായ്മയിൽ വളരെ ശക്തമായി ശുശ്രൂഷ നൽകുകയും ചെയ്യുന്നു. കാലത്തിൻ്റെ സമയത്ത് മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഒരു മിഷൻ രൂപതയായി 2 രൂപതകൾ ഒരുമിച്ചാണ്. പൂനെ കടുക്കി രൂപതയും അത് അന്ന് എപ്പാർക്കിയായിട്ടായിരുന്നു, പിന്നീട് രൂപതയായിട്ട് ഉയർത്തി. പിന്നീട് ഗുഡ്ഗാവ് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം രൂപത. അപ്പോൾ ഗുഡ്ഗാവ് രൂപതയുടെ ഒരു മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഞങ്ങൾക്ക് 23 സ്റ്റേറ്റുകളിൽ ഉള്ള ടെറിട്ടറിയാണ് പരിശുദ്ധ സഭ തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 3 റീജിയനായിട്ട് പ്രവർത്തിക്കുന്നു. നോർത്തേൺ റീജിയനുണ്ട്, പിന്നെ ഒഡീഷ റീജിയൻ, നോർത്ത് ഈസ്റ്റ് റീജിയൻ. ഈ രൂപത 2015 ഡിക്ലെയർ ആകുന്ന മിഷൻ രൂപതയായിട്ട്. അതിനു മുമ്പേ തന്നെ ഞങ്ങൾ അനൗദ്യോഗികമായിട്ട് മിഷനുകളിൽ എന്ന് പറഞ്ഞാൽ മൈഗ്രൻസിൻ്റെ ഇടയിൽ അല്ലാതെ തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ സജീവമായി 14ഓളം സ്റ്റേറ്റുകളിൽ ചെറുതും വലുതുമായ മിഷൻ വില്ലേജുകൾ സെൻറ്ററുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 84 പരം ചെറിയ മിഷൻ വില്ലേജുകളുണ്ട്. പിന്നെ വിവിധ കോൺഗ്രിഗേഷനുകൾ കാര്യങ്ങൾ അൽമായരുടെ പ്രത്യേകമായ മുന്നേറ്റത്തിൽ ഇത് പ്രവർത്തിക്കുന്നു. ഫിയാത്ത് മിഷനുമായിട്ട് വളരെ അടുത്ത ബന്ധം സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഗുഡ്ഗാവ് രൂപതയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആദ്യത്തെ തിരുമേനി ജേക്കബ് മാർ ബർണാസ് തിരുമേനി വളരെ അടുത്ത് ഈ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ഫിയാത്ത് മിഷണറിയുമായിട്ട് നേരിട്ട് പ്രവർത്തിച്ചിരുന്നു. ഞങ്ങളുടെ മിഷൻ വില്ലേജുകളിലൊക്കെ ആദ്യ സമയത്ത് ഫിയാത്തിൻ്റെ മിഷണറിമാരാണ് വന്ന് വിസിറ്റ് ചെയ്തിരുന്നത്. ഞങ്ങളുടെ അഗർത്തല, രാജസ്ഥാൻ, ഒഡീഷയിൽ, പിന്നെ ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളിൽ. അപ്പോൾ ഒരു അഭേദ്യമായ ബന്ധം മിഷൻ പ്രവർത്തനങ്ങളിൽ ഈ ഫിയാത്ത് മിഷനുമായിട്ടുണ്ട്. ഇപ്പോൾ 5ൽ കൂടുതൽ ഭാഷകളിൽ ഞങ്ങളുടെ ലിറ്റർജി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കൊബ്രോക്ക് നമ്മുടെ അഗർത്തലയിൽ, ഒഡീഷ ഭാഷയിൽ, പഞ്ചാബിൽ, പിന്നെ ഹിന്ദി പൊതു ഔദ്യോഗിക ഭാഷയായിട്ട്, പിന്നെ ഡൽഹിയിലുള്ള നമ്മുടെ മലങ്കരക്കാർക്ക് മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ വിവിധ രീതിയിൽ ചെറുതെങ്കിലും ഒത്തിരി വൈബ്രൻ്റായിട്ട് പ്രവർത്തിക്കാൻ ദൈവം ഇടവരുത്തുന്നു. ഇത്രയുമാണ് രൂപതയെക്കുറിച്ചുള്ള പൊതു കാര്യങ്ങൾ. ഞങ്ങൾ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമാക്കുലേറ്റ് എന്ന സഭയിലെ അംഗമാണ്. ഞങ്ങളിവിടെ എല്ലാ ഇന്ത്യൻ പ്രോവിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. ലോകമെങ്ങും പോയി ദൈവത്തെ അറിയിക്കുക, ദൈവം രാജ്യം അറിയപ്പെടാത്തടത്ത് ദൈവത്തെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ദൗത്യം. ദൈ കിങ്ഡം കം. ഞങ്ങൾ മിഷൻ നമ്മുടെ ഭൂഗോളങ്ങളെ 5ആയിട്ട് തിരിച്ചിട്ട് ഏഷ്യ, ഓഷ്യാനിയ, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇതിനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ലോകം മുഴുവനും സുവിശേഷം അറിയിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അവിടെ പ്രഘോഷിക്കാൻ വേണ്ടി മിഷണറി ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഫൗണ്ടേഴ്സാണ്. മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമാക്കുലേറ്റ് എന്ന ഞങ്ങൾ കോൺഗ്രിഗേഷൻ്റെ ഫൗണ്ടേഴ്സാണിത്. മിഷൻ മാത്രമാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. സ്കൂളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എല്ലായിടത്തും ലോകം മുഴുവനും ദൈവത്തെ പ്രഘോഷിക്കുക. അതുപോലെ റോസറി, മിഷണറി റോസറി എന്ന് ഞങ്ങൾ പറയും. അവിടെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. യൂറോപ്പ്, ഏഷ്യ, ഓഷ്യാനിയ, ആഫ്രിക്ക, അമേരിക്ക ഈ ഭൂഖണ്ഡങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും ഈശോ പ്രഘോഷിക്കാൻ ഞങ്ങൾ പല രാഷ്ട്രങ്ങളിൽ നിന്നുമുണ്ട്. വ്യത്യസ്ത ഡ്രസ്സുകളാണ്. പൗലോസ്ലീഹായെ പോലെ ലോകം മുഴുവനും ഈശോയ്ക്ക് കൊടുക്കുവാനുള്ള തീക്ഷ്ണതയാൽ പുറപ്പെട്ടവരാണ് ഞങ്ങൾ. ഇറ്റലിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് ഓഫ് ദ മോസ്റ്റ് ഹോളി അനൗൺസിയേഷനാണ്. ഞങ്ങളുടെ ജനറലേറ്റ് ഇറ്റലിയിലാണ്, സെൻറ്റ് ജോവാനി വൽദാർണോ.
അപ്പം നാട്ടിൽ ഞങ്ങൾ പള്ളുരുത്തിയാണ് ഡെലഗേഷൻ ഹൗസ്. ഞങ്ങൾക്ക് നാട്ടിൽ കൊരട്ടി, കൊടുങ്ങല്ലൂർ, പിന്നെ പള്ളുരുത്തിയാണ് ഞങ്ങളുടെ ഹൗസ്. പിന്നെ ആന്ധ്രയിലുണ്ട്, നാഗപ്പൂരുണ്ട്. ആന്ധ്രയിലാണ് നമുക്ക് ചിന്തവാഡ എന്ന് പറയുന്ന സ്ഥലത്ത്, തെലങ്കാനയിലും ചിന്തവാഡയിലുമാണുള്ളത്. മധ്യപ്രദേശിൽ ചിന്തവാഡ. പിന്നെ ആഫ്രിക്കത്തെ നമ്മുടെ മിഷൻ. പിന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ ഒരു സ്റ്റിച്ചിങ് സെൻ്ററുണ്ട്, ടൈലറിങ് സെൻ്ററുണ്ട്. അൽമായ മിഷൻ ഞങ്ങൾ 7 വർഷമായി മിഷൻ തുടങ്ങിയിട്ട്. അവരോട് കൂടെ താമസിച്ച് അവരോട് സുവിശേഷം പറയും. അതിനുശേഷം 3 ദിവസം അവർക്ക് ധ്യാനം കൊടുക്കും. ധ്യാനം കൊടുത്തതിന് ശേഷം അവർ 6 മാസം കഴിഞ്ഞ് അവർക്ക് ഒരു ഫോളോ അപ്പ് കൊടുക്കും. അവരെങ്ങനെ പോകുന്നു എന്ന് അറിയാൻ വേണ്ടി അവരുടെ കൂടെ 4 ദിവസം താമസിക്കും. താമസിച്ച് അവർ തരുന്ന ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ഉറങ്ങി ഒരു 3 ദിവസം അവർക്ക് ധ്യാനം കൊടുത്ത് അതിനുശേഷം 6 മാസം കഴിഞ്ഞ് അവർക്കൊരു ഫോളോ അപ്പ് കൊടുക്കും. ഫോളോ അപ്പ് ഉണ്ട്, എങ്ങനെ അവർ പോകുന്നു, വിശ്വാസത്തിലാണോ. അതിനകത്ത് നല്ല താല്പര്യമുള്ളവർക്ക് വീണ്ടും ഞങ്ങൾ ഒരു 9 ദിവസം ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് അവരെ അവിടെ മിഷണറിമാരാക്കി മാറ്റിയിട്ട് അവിടെ അവരെ കൊണ്ട് മിഷൻ ചെയ്യും. അപ്പം നമ്മൾ ക്രൈസ്തവരുടെ ഇടയ്ക്ക് നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് അവിടെ പോയി അവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ചെയ്യാം. അവരെ കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് അവരെ കൊണ്ട് മിഷൻ ചെയ്യിക്കുന്നു. പിന്നെ 40-50 വർഷമായി മാമോദീസ സ്വീകരിച്ചിട്ട് പള്ളിയിൽ പോയില്ല, കുർബാനയില്ല, കുമ്പസാരില്ല, കുടുംബജീവില്ല. 3-4 മക്കളുണ്ടാവും, 6-7 അബോർഷൻ ഉണ്ടാവും. അബോർഷൻ പാപമാണെന്ന് അവർക്കറിയില്ല. അപ്പോൾ അത് അവരെ പറഞ്ഞ് പഠിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 28:20 ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ സെമിനാരി വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കും, കാറ്റഗിസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സെമിനാരി സിസ്റ്റേഴ്സിന് ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് എങ്ങനെ മിഷൻ ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കുന്നു. തിരുസഭയെ ശക്തിപ്പെടുത്തുവാനായിട്ട് അനേകം പേരെ തിരുസഭയിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഉയർത്തുവാൻ വ്യത്യസ്തമായ സ്റ്റാളുകളുടെ നീണ്ട നിരയാണ് ഈ ചങ്ങനാശ്ശേരിയിൽ നിരന്ന് നിൽക്കുന്നത്. ഫിയാത്ത് മിഷൻ്റെ 6ാമത് വലിയ ഒരു മഹാസമ്മേളനം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1964 പോളാറാമൻ മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നപ്പോൾ, ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് വന്നപ്പോൾ ഇറക്കിയ സ്റ്റാമ്പാണ് സെൻറ്റ് തോമസ് സ്റ്റാമ്പ്. ഫസ്റ്റ് സ്റ്റാമ്പ് അതാണ് 64. അന്നത്തെ സുവനീറാണിത്. അന്നത്തെ രാഷ്ട്രപതിയൊക്കെയാണ് ഈ സുവനീറിലിരിക്കുന്നത്. 400ഓളം ചിത്രങ്ങളാണ് ഈ സുവനീറിലുള്ളത്. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമുള്ളതാണ്. ഈയിടെ ദീപികയിൽ വന്നൊരു ആർട്ടിക്കിളായത്. ചരിത്ര ദർശനത്തിന് 60 ആണ്ട്, 60 വർഷം കഴിഞ്ഞിപ്പം. 60 വർഷം പഴക്കമുള്ള സുവനീറാണ് ഈ ഇരിക്കുന്നത്. ഇത് വിശുദ്ധരുടെ ചിത്രത്തോടെയുള്ള നോട്ടുകളാണ്. അത് വേറെ ഫോറിനാണ്, ഇന്ത്യൻ അല്ല. സെൻറ്റ് ആൻ്റണീസിൻ്റേത്, മാതാവിൻ്റേത്, പോർച്ചുഗൽ, പെറു അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കിയിരിക്കുന്നതാണ് ചിത്രം. 100 രൂപ നാണയം, 5 രൂപ നാണയം, മദർ തെരേസയുടെ പേരിൽ ഇറങ്ങിയ തപാൽ സ്റ്റാമ്പുകൾ ഇതൊക്കെയാണ്. രണ്ടാമത്തേതിൽ കാണുന്ന അൽഫോൻസായുടെ ചിത്രത്തോടെയുള്ള നാണയങ്ങൾ, സ്റ്റാമ്പുകൾ. അൽഫോൻസായുടെയും 2 തവണ സ്റ്റാമ്പ് ഇറങ്ങിയിരുന്നു. 100 രൂപ നാണയം ഇറങ്ങി, 5 രൂപ നാണയം ഇറങ്ങി, മിനിയേച്ചർ ഷീറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് വിശുദ്ധരുടെ ചിത്രത്തോടെയുള്ള സ്റ്റാമ്പുകളാണ്. ചാവറ പിതാവിൻ്റെ സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ട്, കവർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് മദർ ഏലീശ്വ ഈ കഴിഞ്ഞ മാർപ്പാപ്പ ഒരാഴ്ച മുമ്പ്, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ചടങ്ങ് വരുന്നതേ ഉള്ളൂ. എറണാകുളത്താണ്. ഇത് വിശുദ്ധരുടെ ചിത്രത്തോടെയുള്ള ഫസ്റ്റ് ഡേ കവറുകളാണ്. ഫ്രാൻസിസ് സേവ്യർ, ഫ്രാൻസിസ് അസിസി, ഡോൺ ബോസ്കോ സലേഷ്യൻ. ക്രിസ്തു ജയന്തിക്കും സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ട് 2000. Hi everyone, I am Sister Shiji from Daughters of St. Paul. So we are sisters proclaiming God's word through media. So we are more than 100 years we are publishing books, and we have many places all over the country, all over the world. We are spread around more than 50 countries we are there, and in India also so many states we are there. And then we are happy to spread the gospel of Jesus or the values of Jesus to people. These days we are also started with the social media proclamation media, or we have YouTube, websites, Facebook, Instagram and so on. I myself in charge of the YouTube channel. We have 3 YouTube channel. I do the shooting, I do the editing, and I'm happy to give Jesus through media. Nowadays if you want to meet the young people, you have to go to social media. If you want to meet them outside there, you can't find them, but if you put a message in social media, then you are able to reach out to them. So we can reach millions of people. Last 2 weeks ago I prepared one song. We have a lot of songs, so I put visuals for that song, and then we had 10,000 views within 4-5 days.
So that is the impact of media. So we have to use media to proclaim God's word, and as the time passes, people's interests also are different. So we have to do that, and we are proud to be daughters of St. Paul. And ഇത് ലോകത്തിലുള്ള FCC വർക്ക് ചെയ്യുന്ന രാജ്യങ്ങൾ, അതിലൊരു രാജ്യമാണ് ടാൻസാനിയ. ഇത് ടാൻസാനിയ മിഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ടാൻസാനിയയിൽ ഇതൊക്കെ അവരുടെ ട്രഡീഷണൽ ക്ലോത്തുകളാണ്. ഇതെല്ലാം ട്രഡീഷണൽ ക്ലോത്തുകൾ. പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന മിഷൻ വേലകൾ അവിടെ വില്ലേജ് മിനിസ്ട്രികൾ, പിന്നെ ജനങ്ങളെ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പിന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, ഡിസ്പെൻസറികളിൽ അങ്ങനെ ചെയ്യുന്ന ഓരോ. നമ്മൾ ഇത്രമാത്രം അവരെ പ്രചോദിപ്പിക്കുമ്പോൾ ഈശോയെ കൊടുക്കുമ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? അവർ നമ്മൾ വളരെയധികം അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട്. അവർക്ക് നമ്മളോട് ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെയാണ്. പിന്നെ ക്രിസ്ത്യൻ കൺട്രി, അത് ഓൾമോസ്റ്റ് 60% ക്രിസ്ത്യൻസ്, കാത്തലിക്സ്. We are Don Bosco Salesian Mission, Northeast India, Nagaland, Manipur, Assam, Arunachal Pradesh. We are also working in other 7 states, total of 7 states in Northeast India. We have been working among the people for language, culture, education. People were very backward in the early days, but today we are there. We are there since 1922. And in whole Northeast, if you ask Don Bosco, we have made some sort of impact with regard to education, culture, and education of the faith. Now, especially in Dimapur province, we work in Assam, Nagaland, Manipur, and Arunachal Pradesh. And in these states, we educate people through schools, colleges, and also translating their Bibles. We have our different languages Bibles, and we have also called digitalization of the Bible. That is Bible on. We can see the other side. We have a application, and the people can download digital Bible through that, and we inculcate our faith to the people. Because of that, we have our different traditional dress put up here. And we, as a mission there in Northeast India, we request your prayers, especially all those here in South India. We have our own difficulties, but people are very vibrant. They're coming to faith, they're believing in Jesus Christ, and we would like you to spread our message, our faith to the people here in South India. We'll be very, very happy. I'm Sister Archana Rovine, FCC from Imphal Diocese. Now I'm the director of the Women and Children Commission in the diocese. So we, with the diocese members, 6 of us, we came, and all these are the important things of our diocese, and these are the things, the traditional attires which we have, and all this is pure honey, and this is mithun, and this is for polo, and this is the horse, and all these we are making the cap. So now also we continue making just to introduce our traditional attire. So this diocese is situated in Manipur, right? Yes, we are from Manipur. So in Manipur there are a lot of programs going on. Yes. So in that occurrence, how you are able to provide the love of Jesus to others, and how you are able to protect the faith of Jesus among all the peoples, all the believers. Can you please introduce yourself? Yes, sure. I'm Sister Teresa. I belong to SMI, Salesian Missionaries of Mary Immaculate. We are working in 5 continents and around 23 countries. Then in India, we have 6 provinces and 1 region, namely Northeast Province, Nagpur Province, Raipur Province, then Karnataka Province, then Salem Province, and Tanjavur Province, and Kerala region. Now though we have a lot of problems both sides, but we as a member of BEC, Basic Ecclesial Communities, we move around to the places, to the relief camp, and we distributed Bibles, rosaries, and we formed a prayer group, and we encourage them to have deep faith in God, and also we pray for them. Though we can't go to all the places. Of course, we have gone many places, but we continue to pray for them, and we believe that the whole world is praying for us. The whole India is praying for us. We are strengthened, and we try our best to give them
psychologically, physically to strengthen them. We meet, we give counseling, and many are coming helping us. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡോൺ ബോസ്കോ സലേഷൻ മിഷൻ്റെ സ്റ്റോളിലാണ്. ഇവർ ഈ മിഷൻ സഭക്കാർ പല ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെയും ട്രഡീഷണൽ ഡ്രസ്സസും ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അതിലൂടെ അവർ ഈശോയെ മറ്റുള്ളവരിലേക്ക് കൊണ്ടു ചെല്ലുക, ഈശോയെ അവർക്ക് കൊടുക്കുക, ഈശോയെ അവർ പരിചയപ്പെടുത്താണ് ഈ മിഷൻ സഭ ചെയ്യുന്നത്. അപ്പം ഈ പലതരം മിഷൻ സഭകളൊക്കെ നിറഞ്ഞ് ചങ്ങനാശ്ശേരി എന്ന സ്ഥലം പല മിഷൻ സഭകളുടെ സ്റ്റോളുകൾ കൊണ്ട് ഈ എക്സിബിഷൻ നിറഞ്ഞിരിക്കുകയാണ്. സോ ഇതിലൂടെ പലർക്കും പല മിഷൻ സഭകളെ അറിയാനും അവരുടെ രീതികളും ഈശോയെ മറ്റുള്ളവർ കൊടുക്കുന്ന രീതികളൊക്കെ ഇതിലൂടെ അറിയാൻ സഹായിക്കുന്നു. സോ ക്യാമറമാൻ സജിമോൻ ആൻറ്റിനോടൊപ്പം ലിറ്റിൽ ട്രീസ, ഷെഗീന ന്യൂസ്.